നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആദ്യം നോക്കാം. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. തീരത്തിന് 52 നാൾ ഇനി വറുതിയുടെ നാളുകൾ. നവമണലൂരിന്റെ ഭാഗമായി 10 പദ്ധതികളുടെ സമാരംഭത്തിന് തുടക്കമായി. മണപ്പുറം സമീക്ഷ ഏർപ്പെടുത്തിയ CKG വൈദ്യർ സ്മൃതി പുരസ്കാരം DM സുധീരന് സമർപ്പിച്ചു. വാർത്തകളിലേക്ക് വിശദമായി. ഇനിയുള്ള 52 ദിവസക്കാലം ബോട്ടുകളിൽ എഞ്ചിന്റെ താളം നിലയ്ക്കുന്നതോടെ മത്സ്യബന്ധന മേഖല നിശ്ചലമാകും. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കുന്ന ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യബന്ധനത്തിന് പോകുന്ന സംസ്ഥാനത്തെ 10,000-ഓളം ബോട്ടുകൾ കരയ്ക്കടുപ്പിക്കുമ്പോൾ മീൻപിടുത്തം ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങളുടെ ജീവിതം താളം തെറ്റും. ട്രോളിംഗ് നിരോധനത്തിന് പകരം മത്സ്യം പിടിക്കുന്നതിന് നിയന്ത്രണമാണ് വേണ്ടതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. മീൻപിടുത്ത നിരോധനം മൂലം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലമരുമ്പോൾ വിദേശ കപ്പലുകൾ യഥേഷ്ടം മീൻ പിടിക്കുകയാണ്. ഇതിന് സർക്കാർ തലത്തിൽ നടപടി വേണമെന്നാണ് ആവശ്യം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. ട്രോളിംഗ് നിരോധന കാലയളവിൽ യന്ത്രവൽകൃത ബോട്ടുകൾ കടലിൽ പോകാനോ മത്സ്യബന്ധനം നടത്താനോ പാടില്ലെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. നിരോധനം തുടങ്ങുന്ന ദിവസം അർദ്ധരാത്രി 12-ന് മുമ്പായി എല്ലാ ബോട്ടുകളും ഹാർബറുകളിൽ പ്രവേശിക്കാനാണ് നിർദ്ദേശം. തീരത്തടുപ്പിച്ച ബോട്ടുകൾ നിരോധനം അവസാനിക്കുന്ന ജൂലൈ 31-ന് രാത്രി 12-ന് ശേഷമേ മത്സ്യബന്ധനത്തിന് പുറപ്പെടാൻ പാടുള്ളൂ. എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും കടലിൽ മത്സ്യബന്ധനത്തിന് പോകാം. എന്നാൽ കുഞ്ഞൻ മീനുകളെ പിടിക്കുന്നതിന് നിരോധനമുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ഇടയിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ യുവാക്കൾ കടൽ സുരക്ഷാ സേനാംഗങ്ങളായി ട്രോളിംഗ് നിരോധന സമയത്ത് പ്രവർത്തിക്കും. ഈ സമയത്ത് പട്രോളിങ്ങിനും കടൽ രക്ഷാ പ്രവർത്തനങ്ങൾക്കുമായി എല്ലാ തീരദേശ ജില്ലകളിലുമായി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബോട്ടുകളും നിരീക്ഷണത്തിനിറങ്ങും. ആനി രാജയ്ക്കും AISF നേതാക്കൾക്കും എതിരെ നടന്ന ആക്രമണത്തിൽ CPI വാടനപ്പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPI മണ്ഡലം സെക്രട്ടറി BR മനോജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം അഷ്റഫ് വലിയകത്ത് അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി അനിത് കുമാർ, മണ്ഡലം കമ്മിറ്റി അംഗം CB സുനിൽകുമാർ, സജീഷ് വാലപ്പറമ്പിൽ, KP ആനന്ദൻ, നന്ദകുമാർ, സുനിൽ, മണി എന്നിവർ നേതൃത്വം നൽകി. നവമണലൂരിന്റെ ഭാഗമായി കാർഷിക മേഖലയ്ക്കും മനുഷ്യശേഷി വികസനത്തിനും സ്ത്രീ വികസനത്തിനും പാർശ്വവൽക്കരണം ഒഴിവാക്കുന്നതിനും ഊന്നൽ നൽകി 10 പദ്ധതികളുടെ സമാരംഭത്തിന് തുടക്കമായി. EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA പദ്ധതി അവതരിപ്പിച്ചു. പ്രകൃതി വിഭവങ്ങളും മനുഷ്യവിഭവങ്ങളും പശ്ചാത്തല വികസനങ്ങളും ഒരുപോലെ സമന്വയിപ്പിച്ച് വളരുന്ന വികസന രൂപമാണ് നവമണലൂരിന്റെ അടിത്തറയെന്ന് MLA പറഞ്ഞു. ഒരാൾ നയിക്കാതെ ജനങ്ങളെല്ലാവരും ഒത്തുചേർന്ന് ഒരേ മനസ്സോടെ നടത്തുന്ന മാതൃകാ വികസനമാണിതെന്നും MLA വ്യക്തമാക്കി. മണലൂർ മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലെയും ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെയും ജനപ്രതിനിധികൾ, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പങ്കെടുത്ത വിപുലമായ ജനകീയ സദസ്സിൽ വെച്ചാണ് മണ്ഡലത്തിലെ മാതൃകാ വികസന പദ്ധതിയായ നവമണലൂർ പ്രോജക്റ്റിന് തുടക്കം കുറിച്ചത്. പച്ചനിറം വർദ്ധിപ്പിക്കുക എന്നത് കൃഷിയിലൂടെ മാത്രമേ കഴിയൂ. അതുകൊണ്ട് മണലൂരിന്റെ കാർഷിക മേഖലയെ നമുക്ക് ഇപ്പോൾ ഉള്ളതിന്റെ ഇരട്ടിയാക്കി മാറ്റാം. പദ്ധതി ഇപ്പോൾ പദ്ധതിയിലേക്ക് എത്തിയുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എന്തിനാ അത് ചെയ്യുന്ന അറിയണ്ടേ? അതിന് ശാസ്ത്രം അറിഞ്ഞാലേ അതിന്റെ ബ്യൂട്ടി മനസ്സിലാവുള്ളൂ. ആ മുകളിൽ നിന്നുമല്ല കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ കൂടുതൽ പിടിച്ചെടുക്കുന്നു. ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കളിയാക്കുന്നു. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026. കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ SSLC +2 എല്ലാ സിലബസുകളിലെയും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മെമ്മന്റോയും നൽകുന്നു.
അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങളുടെ കേരള വിഷൻ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നാട്ടിക പഞ്ചായത്തിലെ വനിതാ കർഷകർക്ക് പുഷ്പകൃഷി പദ്ധതി പ്രകാരം ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു. ഓണത്തിന് വീടുകളിൽ പൂക്കളം ഒരുക്കുന്നതിനും പുഷ്പകൃഷിയിലൂടെ വനിതകൾക്ക് സ്വയം വരുമാനം ലഭ്യമാക്കുകയും ലക്ഷ്യത്തോടെയാണ് ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തത്. ചെണ്ടുമല്ലി തൈകളുടെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി ബിനു നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ്, മെമ്പർമാരായ സജിനി ഉണ്ണിയാരംപുരയ്ക്കൽ, PC മണികണ്ഠൻ, രജനി ബാബു, നിഷ ഉണ്ണികൃഷ്ണൻ, അംബിക, KV പവിത്രൻ, കൃഷി ഓഫീസർ ശുഭ എന്നിവർ പങ്കെടുത്തു. ഇപ്പോൾ ഗുണഭോക്തൃ ലിസ്റ്റൊക്കെ നമ്മൾ അംഗീകരിച്ച് ഗ്രാമസഭ വഴി അംഗീകരിച്ച് തുടങ്ങാൻ പോകുന്നുള്ളൂ. പക്ഷേ പുഷ്പകൃഷി നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓണത്തിന് വീടുകളിൽ പൂക്കളിടാനും അതുപോലെ തന്നെ വനിതകൾക്കൊക്കെ ഒരു സ്വയം തൊഴിലിന് പോലെ തന്നെ അവർക്കൊരു വരുമാന മാർഗം എന്നുള്ള നിലയ്ക്കും കൂടിയാണ് ഈ പുഷ്പത്തൈ വിതരണം നടത്തുന്നത്. അപ്പോൾ അതൊക്കെ നേരം വൈകിക്കഴിഞ്ഞാൽ വൈകി പോവും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ കൃഷിഭവനിൽ നമ്മളെ ഗുണഭോക്താക്കൾ വാർഡുകളിൽ നിന്നെല്ലാം വിളിച്ച് അവർക്ക് ഉള്ള വിതരണം നടത്തുന്നത്. പ്രമുഖ ഗാന്ധിയനും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന CKG വൈദ്യരുടെ സ്മരണാർത്ഥം മണപ്പുറം സമീക്ഷ ഏർപ്പെടുത്തിയ സ്മൃതി പുരസ്കാരം പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ KPCC പ്രസിഡന്റുമായ VM സുധീരന് സമർപ്പിച്ചു. തൃശൂർ രാമനിലയത്തിൽ നടന്ന ചടങ്ങിൽ മണപ്പുറം സമീക്ഷ രക്ഷാധികാരി MP സുരേന്ദ്രനാണ് പുരസ്കാരം കൈമാറിയത്. കഴിഞ്ഞ മാർച്ച് 7-ന് തളിക്കുളം ബ്ലൂമിംഗ് ബർഡ് സ്കൂളിൽ വെച്ചായിരുന്നു ഔദ്യോഗിക പുരസ്കാര സമർപ്പണ ചടങ്ങ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ VM സുധീരന് ചടങ്ങിൽ പങ്കെടുക്കുവാൻ സാധിച്ചിരുന്നില്ല. കേരള രാഷ്ട്രീയത്തിൽ ആദർശത്തിന്റെയും നൈതികതയുടെയും നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ വ്യക്തിത്വമാണ് BM സുധീരൻ എന്ന് ചടങ്ങിൽ നേതാക്കൾ അനുസ്മരിച്ചു. പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് തന്റെ നാട്ടിക SN കോളേജ് KSU കാലഘട്ടത്തിൽ CKG വൈദ്യരുമായി പുലർത്തിയിരുന്ന ആഴമേറിയ ബന്ധത്തെക്കുറിച്ച് BM സുധീരൻ വൈകാരികമായി അനുസ്മരിച്ചു. CKGയെ സംബന്ധിച്ച് എനിക്കുള്ള ബന്ധം ചെറുതല്ല. ഞാൻ 65 മുതലാണ് CKG 65 ഞാനന്ന് കേസ് ജില്ലാ പ്രസിഡന്റ്. ആദ്യമായി ജില്ലാ കമ്മിറ്റിക്ക് പാർട്ടി വാർത്തവുമായി ബന്ധമുള്ളത് GK കുമാരനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്ത് ക്ലാസ്മേറ്റുമായി. അദ്ദേഹം തൃശ്ശൂർ DCC സെക്രട്ടറിയാണ്. PR ഫാൻസിലാണ് പ്രസിഡന്റ്. ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനം തന്ന നാട്ടികയിലെ കുമാരനാണ്. പിന്നീട് CKGയിൽ സജീവമായി വന്നു. അദ്ദേഹം നേരത്തെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലായിരുന്നു. അദ്ദേഹത്തിന് വലിയൊരു ആശയപരമായി ദൃഢതയുള്ള ഒരു സോഷ്യലിസ്റ്റ് മാറ്റം ആഗ്രഹിക്കുന്ന സാമൂഹികമായി പടുത്തുയർത്തുക എന്ന ആത്മാർത്ഥ. അന്നത്തെ കാലത്ത് തങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങളുടെ പ്രധാന സാമ്പത്തിക സ്രോതസ് പലപ്പോഴും CKG വൈദ്യരായിരുന്നു. ഒരിക്കൽ സംഘടനയുടെ കടങ്ങൾ വീട്ടുവാൻ വേണ്ടി വലപ്പാട് കൈലാസ് തിയേറ്ററിൽ ഒരു മാജിക് ഷോ സംഘടിപ്പിച്ചുവെന്നും എന്നാൽ ആ ഷോ ഉണ്ടാക്കിയ അധിക ബാധ്യത കൂടി ഒടുവിൽ CKG വൈദ്യർക്ക് ഏറ്റെടുക്കേണ്ടി വന്നുവെന്നുള്ള കൗതുകകരമായ ഓർമ്മയും അദ്ദേഹം പങ്കുവച്ചു. ചടങ്ങിൽ മണപ്പുറം സമീക്ഷ അംഗം RI സക്കറിയ BM സുധീരനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സമീക്ഷ പ്രസിഡന്റ് MB സജീവൻ, സെക്രട്ടറി സുനിൽകുമാർ TS, മണപ്പുറം സമീക്ഷ രക്ഷാധികാരി BN രണദേവ്, ട്രഷറർ ES സുഗതകുമാർ, CKG വൈദ്യരുടെ മകനും മണപ്പുറം സമീക്ഷാ പ്രവർത്തകനുമായ CG അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. കനത്ത മഴയിൽ കയ്പമംഗലത്ത് വീടുകൾ വെള്ളക്കെട്ടിലായി, ദുരിതത്തിലായി കുടുംബങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ കനത്ത മഴയെ തുടർന്ന് കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിലെ കുറ്റിക്കാട് ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. പ്രദേശത്തെ 15ഓളം വീടുകളാണ് വെള്ളക്കെട്ടിൽ ദുരിതമനുഭവിക്കുന്നത്.
തുടർച്ചയായ മഴയിൽ വീടുകളുടെ പരിസരവും മുറ്റങ്ങളും വെള്ളത്തിൽ മുങ്ങിയതോടെ നാട്ടുകാർക്ക് സഞ്ചാരത്തിനും ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ബുദ്ധിമുട്ട് നേരിടുകയാണ്. പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഹരിശ്രീ അംഗൻവാടിക്ക് ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കുട്ടികളും ജീവനക്കാരും വെള്ളം താണ്ടിയാണ് എത്തുന്നത്. മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനായി മുൻപുണ്ടായിരുന്ന കാനകൾ പല ഭാഗങ്ങളിലും മൂടപ്പെട്ടതും ചിലയിടങ്ങളിൽ കാനകളുടെ വീതി കുറഞ്ഞതുമാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇതുമൂലം മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ കഴിയാതെ വീടുകൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും ചുറ്റും കെട്ടിക്കിടക്കുകയാണ്. പ്രശ്നം പരിഹരിക്കുന്നതിനായി അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് വാർഡ് മെമ്പർ നഹിദ സലീം പറഞ്ഞു. ഒരു മഴ പെയ്താൽ ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം നമ്മൾ പഞ്ചായത്തുമായിട്ട് ഇടപെട്ടിട്ട് കാനയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. പക്ഷേ വന്ന് കയറിയിട്ടുള്ളൂ പുതിയ ഭരണസമിതി. അപ്പോൾ തുടർക്കാലങ്ങളിൽ നമുക്ക് ഇതിലേക്കൂടെ ഒരു കാന നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പുറത്ത് കാന ഉണ്ടെങ്കിൽ പോലും പ്രോപ്പറായിട്ടുള്ള വെള്ളം പോകുന്ന ഒരു സംവിധാനം നമുക്കിവിടെ ഇല്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വരുന്നു. പടിയായിട്ട് നമ്മൾ ഓരോന്നും മാറ്റും. പിന്നെ അംഗനവാടിത്തെ വിഷയം, അംഗനവാടി ചെറിയ താഴ്ന്ന നിലയാണ് അംഗനവാടി ഫ്ലോർ വരുന്നത്. അപ്പോൾ അത് പൊക്കിക്കെട്ടാനുള്ള അടുത്ത ഇതിലേക്ക് നമ്മൾ അത് പൊക്കിക്കെട്ടാനുള്ള ഇതിൽ വെക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാനകളുടെ ഭാഗങ്ങൾ ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പുറത്തും 10ഓളം വീടുകൾ ഇതേപോലെ തന്നെ ഇതേ ലെവലിൽ തന്നെ വെള്ളം നിൽക്കുന്നുണ്ട്. കാനകളുടെ സൈഡ് ഭാഗം പൊട്ടിച്ചിട്ട് അതിൽ കാക്കാനുള്ള തുടർ നടപടികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഴ ശക്തമായാൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കനത്ത കാറ്റിലും മഴയിലും മരം ഒടിഞ്ഞ് വീടിന് മുകളിൽ വീണുണ്ടായ അപകടത്തിൽ മരിച്ച മരമുറി തൊഴിലാളി മണലൂർ തൃപ്പണത്ത് സുബ്രഹ്മണ്യ മകൻ വിഷ്ണുവിന്റെ വീട് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി OJ ജനീഷ് സന്ദർശിച്ചു. പരമാവധി സർക്കാർ ധനസഹായം വിഷ്ണുവിന്റെ വീട്ടുകാർക്ക് അനുവദിച്ചു തരുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രൊപ്പോസലിൻ്റെ ഭാഗമായിട്ട് 4 ലക്ഷം രൂപ ഇവർക്ക് അനുവദിക്കാൻ വേണ്ടുന്നൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിന് കളക്ടറായിട്ട് സംസാരിച്ച് കളക്ടറിന് അതിൻ്റെ പ്രൊപ്പോസൽ അങ്ങോട്ട് അയക്കുകയും അത് തീരുമാനമാക്കി കൊടുക്കാൻ വേണ്ടി ഒരു സമയം ഉണ്ടാവും. അത് കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മറ്റ് എന്ത് സഹായമാണ് നൽകാൻ സാധിക്കാമെന്ന് വേണ്ടി സംബന്ധിച്ച് ഞങ്ങളൊന്ന് ചർച്ച ചെയ്ത ശേഷം ബന്ധപ്പെട്ട സൗകര്യം ഏർപ്പാടായി കൊടുക്കുന്നത്. വളരെ ആവശ്യമായിട്ടുണ്ടായ സംഭവമാണ്, വളരെ ദൈനംദിനമാണ്. ഞാൻ ഇന്നും ഇത്തരത്തിൽ അപകടങ്ങളുണ്ടായ പല സ്ഥലങ്ങളിലും പോയി. പക്ഷേ അവിടെയൊക്കെ സംഭവിച്ചതിനൊക്കെ വ്യത്യസ്തമായ ഒരു കാലം മരണപ്പെട്ടു എന്നൊരു വലിയ പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടും നമ്മൾ പ്രാദേശികമായി നമുക്ക് സംഘടിപ്പിക്കാവുന്ന സഹായമൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് വിഷ്ണുവിന്റെ അമ്മ വള്ളിയമ്മയുടെ പരാതി നേരിട്ട് നൽകാമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് മണലൂർ മണ്ഡലം പ്രസിഡന്റ് MP അരുൺ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ, കോൺഗ്രസ് നേതാക്കളായ PT ജോൺസൺ, ടോണി അത്താണിക്കൽ എന്നിവർ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ഇനി വിദ്യാലയങ്ങളുടെ 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര നിറവിൽ വിദ്യാലയങ്ങൾ. TMC ഗ്രാമ്യ 9ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ടശാങ്കടവിലാണ്. നമുക്ക് വിദ്യാലയത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എൻ്റെ പേര് ബീന കെ മേനോൻ. ഞാൻ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ HM ആണ്. നമ്മുടെ 2025-26 അധ്യയന വർഷത്തിൽ നമ്മുടെ SSLC പരീക്ഷയ്ക്ക് 54 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. ഈ 54 കുട്ടികളും വിജയിച്ച് 100% നമ്മുടെ സ്കൂളിന് കൈവരിക്കാനായി. ഇപ്രാവശ്യം 100% ലഭിക്കുന്ന സ്കൂളിൻ്റെ എണ്ണം കുറവായൊരു സാഹചര്യത്തിലും നമ്മുടെ കുട്ടികൾ അവരുടെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് 100% നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സ്കൂളിന് ലഭിക്കുകയുണ്ടായി. ഒരാൾക്കാണ് ഫുൾ A+ ലഭിച്ചിരിക്കുന്നത്. ടീച്ചേഴ്സിൻ്റെ ഒരു പരിശ്രമവും കുട്ടികളുടെ ഒരു ഹാർഡ് വർക്കും നമ്മളുടെ ഈ വിജയത്തിൻ്റെ പിന്നിലുണ്ട്. എല്ലാ കുട്ടികൾക്കും ഉയർന്ന പഠനത്തിലുള്ള എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒപ്പം ടീച്ചേഴ്സിനോടുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. എൻ്റെ പേര് ദേവനന്ദ. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഇപ്രാവശ്യം എനിക്ക് SSLCയിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞു. ഫുൾ A+ ആണ്.
അന്നന്ന് എടുക്കുന്ന കാര്യങ്ങളെല്ലാം അന്നന്ന് തന്നെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചിരുന്നു. എന്ത് സംശയമുണ്ടെങ്കിലും ടീച്ചേഴ്സ് അപ്പോൾ തന്നെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ടീച്ചേഴ്സ് എല്ലാവരും. ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോയ കാര്യങ്ങൾ ഇവിടെ നിന്ന് തന്നെ എനിക്ക് പഠിക്കാൻ സാധിച്ചിരുന്നു. വീട്ടിൽ ചെന്നാൽ റിവൈസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിരുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ടീച്ചേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ അത് തിരുത്തി തരുമായിരുന്നു. ഇംഗ്ലീഷും എല്ലാതും ഞാൻ സ്വന്തമായി എഴുതി ടീച്ചേഴ്സിനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അവർ അതിൻ്റെ മിസ്റ്റേക്കുകൾ തിരുത്തുമായിരുന്നു. എനിക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും സപ്പോർട്ടോട് കൂടിയാണ്. ഇവർ രണ്ടുപേരും എനിക്ക് സപ്പോർട്ട് നൽകിയതിനാലാണ് ഈ വിജയം എനിക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. ടീച്ചേഴ്സിനോടും പാരൻസിനോടും എല്ലാവർക്കും നന്ദി. വിദ്യ തേടുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള TMC ഗ്രാമ്യ 9ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി ഇന്ന് എത്തി നിൽക്കുന്നത് കണ്ടശങ്കടവ് SH ഓഫ് മേരീസ് CGHS വിദ്യാലയത്തിലാണ്. നമുക്ക് വിദ്യാലയത്തിലെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സ്നേഹമുള്ളവരെ, SH ഓഫ് മേരീസ് CGHS കണ്ടശങ്കടവിലെ HM ആണ് ഞാൻ. കഴിഞ്ഞ അധ്യയന വർഷത്തിലെ SSLC പരീക്ഷയിൽ മികച്ച വിജയമാണ് നമ്മുടെ വിദ്യാലയത്തിന് ലഭിച്ചത്. TMC ഗ്രാമീയ വിദ്യാഭ്യാസ പുരസ്കാരം വർഷം തോറും നമ്മുടെ വിദ്യാലയത്തിലെ മികച്ച വിദ്യാർത്ഥിനികൾക്ക് ലഭിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾ ഒത്തിരിയേറെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ വിദ്യാലയം ഈ പ്രാദേശിക സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ നിരവധിയാണ്. നല്ല രീതിയിൽ കുട്ടികളെ വിദ്യ അഭ്യസിപ്പിച്ച് ഈ ലോകത്തിൻ്റെതായ മറ്റെല്ലാ ഹയർ എഡ്യൂക്കേഷൻ ലെവലിലേക്കും കുട്ടികളെ കടത്തിവിടാൻ നമ്മുടെ വിദ്യാലയം നല്ല നിലപാടുകളാണ് എല്ലാ വർഷവും എടുത്തു വരുന്നത്. ഒരിക്കൽ കൂടി എല്ലാ നന്ദിയും സ്നേഹവും വിജയാശംസകളും നേരുന്നു. താങ്ക് യു. SH ഓഫ് മേരീസിലെ ഒരു അധ്യാപികയാണ്. എൻ്റെ പേര് റാണി. ഞങ്ങൾക്ക് ഈ വർഷം നല്ലൊരു വിജയം തന്നെയാണ് ഞങ്ങളുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ലഭിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും TMC ഗ്രാമി വിദ്യാഭ്യാസ പുരസ്കാരം നൽകി വരുന്നത് തീർച്ചയായും വളരെ മനോഹരമായ കാര്യമാണ്. എല്ലാ വർഷവും ഞങ്ങളുടെ കുട്ടികൾക്ക് ഈ ഉപഹാരം ലഭിക്കാറുമുണ്ട്. ഈ വർഷവും ഞങ്ങളുടെ വിദ്യാലയത്തിലെ കുട്ടികളെ ഈ ഉപഹാരത്തിൽ പങ്കെടുപ്പിച്ചതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുകയാണ്. താങ്ക് യു. എൻ്റെ പേര് ആൻ ജോജോ. SH ഓഫ് മേരീസ് CGHS കണ്ടശങ്കടവ് എന്ന ഈ സ്കൂളിൽ ഫുൾ A+ കൂടി 10ാം ക്ലാസ് പാസ്സായി ഈ വർഷം പോകുന്ന വിദ്യാർത്ഥിയാണ് ഞാൻ. ആദ്യമായി തന്നെ ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം ഞങ്ങൾക്ക് ലഭിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ വർഷം പുതിയ സിലബസ് ഒക്കെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പരീക്ഷയാണ്. അതിലും മാത്രമല്ല പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിൽ വന്ന മാറ്റവും മൂല്യനിർണ്ണയത്തിൻ്റെ കാഠിന്യവും ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. എന്നിരുന്നാൽ കൂടി ഞങ്ങളുടെ HM ആയ സിസ്റ്റർ ജിത പോളിൻ്റെ സപ്പോർട്ടും ഞങ്ങളുടെ എല്ലാ അധ്യാപകരുടെ സപ്പോർട്ടും ഞങ്ങളുടെ അനീതിമാരുടെയും PTM PTA സ്റ്റാഫ്, ഓഫീസ് സ്റ്റാഫ് എല്ലാവരുടെയും സപ്പോർട്ടും ഞങ്ങൾക്ക് ഈ വലിയൊരു വിജയത്തിലേക്ക് നയിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല ദൈവത്തിൻ്റെ അനുഗ്രഹവും ഞങ്ങളുടെ ഈ സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു സപ്പോർട്ടും ഞങ്ങൾക്ക് ഇതിനായി ഇടയാക്കിയിട്ടുണ്ട്. താങ്ക് യു. എൻ്റെ പേര് അന്നമരിയ ഔസേപ്പ്. ഞാൻ SH ഓഫ് മേരീസ് CGHS സ്കൂളിലെ 10ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥിനിയാണ്. ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത് വളരെയധികം സന്തോഷത്തോടെയാണ്. ഫുൾ A+ എന്നതിലുപരി മികച്ച അറിവും അതുപോലെ മൂല്യങ്ങളും ഞങ്ങൾക്ക് ഈ ഒരു വിദ്യാലയം പകർന്നു തന്നിട്ടുണ്ട്. ഈ വിദ്യാലയത്തിലെ അധ്യാപകരുടെയും അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫ്സ്, MPTA PTA മെമ്പേഴ്സ്, അതുപോലെ ഞങ്ങളുടെ മഠത്തിലെ അമ്മമാരുടെ പ്രാർത്ഥന, അതുകൊണ്ട് കൂടി മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ വളരെയേറെ സന്തോഷം. താങ്ക് യു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ തത്സമയ സംപ്രേഷണം TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ
വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും. എല്ലാ ദിവസവും തൃപ്പയാർ TSG ഇൻഡോർ സ്റ്റേഡിയത്തിൽ വലിയ സ്ക്രീനിൽ സൗജന്യമായി മത്സരങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന് മുൻ MP-യും TSGA ചെയർമാനുമായ TN പ്രതാപൻ അറിയിച്ചു. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. തീരത്തിന് 52 നാൾ ഇനി വറുതിയുടെ നാളുകൾ. നവമണലൂരിന്റെ ഭാഗമായി 10 പദ്ധതികളുടെ സമാരംഭത്തിന് തുടക്കമായി. മണപ്പുറം സമീക്ഷ ഏർപ്പെടുത്തിയ CKG വൈദ്യർ സ്മൃതി പുരസ്കാരം DM സുധീരന് സമർപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.